വെൽക്കം ബാക്ക് ടു വിസ്മിത്ത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് റിലേറ്റഡ് കോഴ്സുകളും അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. 79 മികച്ച പ്രൈവറ്റ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഇത് 3 ഇയേഴ്സിൻ്റെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ BSc ആണ്. ആൻഡ് ഈ കോഴ്സിലേക്കൊരു പ്രവേശന പരീക്ഷയുണ്ട്. അത് NTA ആണ് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് ഓൺലൈൻ രീതിയിലായിരിക്കും ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് അതിൽ ഇപ്പോൾ +2 അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് നോളേജ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹോട്ടൽ അക്കൗണ്ടിങ്, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ആൻഡ് ടൂറിസം മാർക്കറ്റിംഗ് ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്, അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസാണ് ഈ കോഴ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഈ കോഴ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഓൺ ക്യാമ്പസ് അതുപോലെ ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു ഹൈലൈറ്റ്. ഇനി നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ എലിജിബിലിറ്റി നോക്കാം. അതായത് ഇപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. ആൻഡ് അതിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ടാകണം. ആൻഡ് ഇപ്പോൾ +2 ഇപ്പോൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യാം. ആൻഡ് ഈ എക്സാമാണ് NCHM JEE 2025. ഇനി ഈ കോഴ്സിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് നോക്കാം. അതായത് 16th ഡിസംബർ തൊട്ട് ഫെബ്രുവരി 15th അപ് ടു 5 PM വരെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. ആൻഡ് ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അത് ഓരോ കാറ്റഗറി വൈസ് വാരി ചെയ്യുന്നുണ്ട്. അത് വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ എക്സാം വരുന്നത് April 27th ആണ്, സൺഡേ ആണ് എക്സാം. ഈ കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ പേപ്പേഴ്സാണെന്നുള്ളത് ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അതൊക്കെ ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ പേപ്പർ വൈസ് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ NCHM JEE 2025 നിങ്ങൾ സെർച്ച് ചെയ്യാനകത്ത് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വെബ്സൈറ്റ് കിട്ടും. സോ അതിലായിരിക്കും നിങ്ങളിത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ ഫീസും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.